മിസ്സസിന് ബെഡ് റെസ്റ്റ് ആണല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ബെഡ് റെസ്റ്റോ? ആ, നിങ്ങൾ എന്നെ പറഞ്ഞേ പ്രഗ്നൻസി പീരീഡിൽ ഉമ്മറത്തെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി. ആ, അല്ല, ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. ഏയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. ഇവക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തയാ. ഇതാ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും. ഇനി തൊട്ട് രണ്ടാൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ? ഏയ്, ഇതെവിടെ കൊടുത്താൽ ശരിയാവില്ല. സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം. താൻ എന്ത് പോക്കത്തിനാ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ലീവ് കിട്ടിയാ പോരെ, കുഴി എണ്ണണോ? അയ്യോ, എന്താ ഒരു രഹസ്യം പറച്ചിൽ? മാങ്ങ പറിച്ചില്ലേന്ന്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങയിലാ താല്പര്യം. എന്താ? Natural. എന്താ ആരവരൊക്കെ? ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി. ഇന്ദു സാറിന് വിശേഷമെന്ന് പറഞ്ഞു വന്നതാ. എന്ത് വിശേഷം? അതെ, അത് തന്നെ. മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ, എന്റെ വേട്ടയ്ക്കൊരു മകനെ. മുത്തശ്ശിക്ക് സന്തോഷായി. എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ. ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ സമയത്ത് ഇന്ദുകുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ ഉണ്ടാക്കി തരാം. ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥനെന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദു എന്നും പേരിടണം. അതെന്തിനാ? ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരൻ. ലേശം കളരിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഓഫീസിൽ പോവാൻ സമയമായിരുന്നോ? മുത്തശ്ശി അവർക്ക് പോണെന്ന്. പോവാം. ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാ. അത് പിന്നെ വേണ്ട, ഇനി നിന്ന ചെയർമാന്റെ വഴക്ക് കിട്ടും. എന്നാലൊരു 3 ഗ്ലാസ് ഉന്മേഷാരിഷ്ടം എടുക്കട്ടെ. എന്റെ ഉണ്ടാക്കിയതാ. അയ്യോ, അത് വേണ്ട. ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ. ആ, തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ചില്ലേ? ഹൈ, ഈ ചേട്ടന്റെ ഒരു മറവി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോ കിട്ടും. ലീവ് ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു. നാണക്കേടായിപ്പോയി. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ മുത്തശ്ശിയോട് പറയാ? ആ, ഇനി ആ കാശിന്റെ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയാൻ അയാളെ വിടണ്ട. നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ എങ്ങനെയാ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ദുക്കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശി യാത്ര മാറ്റിവെച്ചൂടെ? താൻ പോടാ അവിടുന്ന്. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ. ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കുക. ഇപ്പോഴല്ലടോ, പിന്നെ. എന്താ മുത്തശ്ശി ഇത്? പാവയ്ക്ക കൊണ്ടാട്ടോ. ഇതാ ലതയെ ഏൽപ്പിച്ചാ പോരായിരുന്നോ? ഇതൊക്കെ അവര് ചെയ്താൽ ശരിയാവില്ല മോനെ. ഞാൻ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇന്ദു പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യം. മുത്തശ്ശി ഉള്ളപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാശൊക്കെ ഞാൻ തരാം. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി. ഞാൻ സ്വപ്രയത്നം കൊണ്ട് കാശുണ്ടാക്കി ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം. എന്റെന്നോ നിങ്ങളുടെന്നോ വല്ല വ്യത്യാസം എന്താ കുട്ടി? നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാണ് ഞാൻ തരാൻ പോണത്. അല്ല മുത്തശ്ശി, എന്നാലും വേണ്ട, ഒന്നും പറയണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടത്തിന്റെ ഗുണമൊന്നും അറിയില്ല. പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഒരു വിശേഷം? എന്റെ വേട്ടയ്ക്കൊരു മകനെ. എന്തായി ഗുരുക്കളെ പോയ കാര്യം? സാധിച്ചു. വസ്തു വിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട്. ഇതാ പാസ്ബുക്ക്. നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ നാളെ തന്നെ വിശ്വനാഥനെയും കൂട്ടി ബാങ്കിൽ പോയേക്കാം. ഗുരുക്കളും പോന്നോളൂ. ഏയ്, എനിക്കിപ്പോ കാശൊന്നും വേണ്ട. തനിക്ക് കാശ് തരുന്ന കാര്യം ആരോട് പറഞ്ഞത്? ഞാൻ കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ട? കാശ് വേണ്ടാന്നല്ല, കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചോ. ഈ ഇടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. പഴയ ലേഖ ഉണ്ടാക്കി തരട്ടെ? വേണ്ട, അത് കഴിച്ചേ പിന്നെ ഞാൻ ഈ മാതിരിയായത്. അതിരിക്കട്ടെ, നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായിരുന്നു? ഞാൻ ആ കാര്യവും മറന്നു. പോയി തിരക്കിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചാൽ മതി. ഗുരുക്കളെ, ദൂരയാത്രയ്ക്ക് പോകാനുള്ളതല്ലേ? പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ? അതിന് ബാങ്കിലേക്ക് അത്ര ദൂരം ഇല്ലല്ലോ. ബാങ്കിൽ പോകുന്ന കാര്യമല്ലടോ, കാശിക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞു. അതിന് ഞാൻ എന്തിനാണ് തയ്യാറാവണത്? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനാ? അല്ല, എനിക്ക് കളരിയില് ഒന്നും പറയണ്ട.
താനും കൂടെ കാശിക്ക് വരുന്നു. മനസ്സിലായ? ആ 10-100 വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം. 10-30 വയസ്സായ ഞാൻ എന്തിനാണ് പോണത്? എന്താ എന്താ? ഒരു 30 ദിവസമെങ്കിലും അവിടെ ഭജന ഇരിക്കണമെന്ന് പറയായിരുന്നു. 30 അല്ല 60 ദിവസം ആയിക്കോട്ടെ. ഭഗവാന്റെ സന്നിധാനല്ലേ? സന്നിധാനം തിരിച്ചു വന്നെന്ന് പറയാം. മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ. ഏ ചോദിക്കണുണ്ട്, വിരോധം തോന്നരുത്. കൂട്ടുകാരനുമായി എത്ര നാളത്തെ പരിചയമുണ്ട്? അത്ര അധികമില്ല. ഒരു 10-15 കൊല്ലത്തെ അടുപ്പുണ്ടാവും. ആവട്ടെ. എന്താ? അവൻ ആള് ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാ. എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. അയ്യയ്യേ, എന്താ കുട്ടി ഇത്? ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താ? അവനോട് പറഞ്ഞേക്കരുത്. ഇല്ല. രാത്രി കൃത്യം 12 മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും. കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല, ഇല്ലാന്ന് വെച്ചാൽ അനങ്ങും. അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിൽ അടിച്ച് പൊട്ടിക്കും. അവന്റെ സോമനാംബുലിസം മാറ്റി ആംബുലൻസിൽ കെട്ടിയെടുപ്പിക്കും. കളരിപ്പറമ്പിലെ സൂര്യനാരായണ ഗുരുക്കളാണ് ഈ പറഞ്ഞത്, ഓർത്തോളൂ. എടാ ലൂസിഫർ, ഘാതകാ, ഞാൻ നിന്റെ രക്തം കുടിക്കും. എന്റെ ഡോറോതി നീ കൊന്നില്ലേ? നിന്റെ ആത്മാവിനെ ഞാൻ ആവാഹിച്ചെടുക്കും. ധാരാളം വെള്ളം ഒഴുകി കഴിഞ്ഞു. ഇനി നിനക്ക് രക്തം കുറിച്ച് മതിയായില്ലേ? വേണ്ട. ഗുരുക്കളെ വല്ലതും പറ്റിയോ? എന്താ ഇത്? ഇവൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ. സോംനാംബുലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഞാൻ ഇന്ന് ലൂസിഫർ എന്ന് വിളിച്ചോ? കണ്ട, ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ മോൻ തിരിച്ചു പറഞ്ഞ എന്താ? അത് നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ. ഇതും പറഞ്ഞിട്ട് ചേട്ട തോറ്റ അടി കൊടുത്താൽ ഇവന്റെ ഉപദ്രവം അതോടെ നിൽക്കും. ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ? എന്താ? അല്ല, ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചു തരുവോ? എന്തിനാ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. വിശ്വട്ടാ എഴുന്നേൽക്ക്. എന്തൊരോർക്കായത്? അയ്യോ, ആ മുത്തശ്ശിയൊന്നും കണ്ട? ആരുമില്ല ഇവിടെ, എല്ലാവരും ബാങ്കിൽ പോയി. ഇത്ര നേരത്തെ? സമയം എത്രയെന്നാ വിചാരിച്ചേ? അയ്യോ, ഓഫീസിൽ പോകാൻ സമയമായി. ആ വക്കീൽ അവിടെ ഒന്ന് കാത്തിരിക്കും. കസ്റ്റമേഴ്സിനോടൊക്കെ ഇന്നാ വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ് എന്റെ കുട്ടി. ഇനി ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് നീങ്ങാം. യെസ്, ഐ എം ഗോയിങ് ടു പ്രൂവ് മൈസെൽഫ്. 2 ആഴ്ചക്കുള്ളിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കിട്ടും. അതുവരെ നിന്റെ കസ്റ്റമേഴ്സിനെ ഒന്ന് പിടിച്ചു നിർത്തിക്കൂടെ? അതിന്റെ ആവശ്യമില്ല. എന്നെ സംശയിച്ചവർക്ക് ഞാൻ ഫ്ലാറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരുത്തന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എല്ലാവരോടും ഇന്ന് 1 മണിക്ക് ഇവിടെ വരാനാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ എമൗണ്ട് സെറ്റ് ചെയ്താൽ പിന്നെ ടെൻഷൻ തീർന്നല്ലോ. മുത്തശ്ശി ബാങ്കിൽ നിന്ന് വരാൻ സമയമായി. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നാലും വിശ്വം, മുത്തശ്ശിയോട് നിനക്കും പോകാമായിരുന്നു. ഉണ്ണികൃഷ്ണനെ ഒറ്റയ്ക്ക് വിട്ടത്. ഏയ്, ഉണ്ണി ആ ടൈപ്പല്ല. എന്നാലും ഒറ്റയടിക്ക് ഇത്രയും കാശൊക്കെ കൈവരികയല്ലേ? നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവനത്ര പുണ്യാളൊന്നും അല്ലല്ലോ. നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ. നീ ഓഫീസിലേക്കല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ.